ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ലിവിങ് ഈച്ച് മൊമെൻറ്റ്, ലിവ് ദ മൊമെൻറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഭയങ്കര തിരക്കാണ് അല്ലേ? എന്താണെന്നറിയില്ല, രാവിലെ എണീറ്റ് ഓട്ടം തന്നെ ഓട്ടം. എന്തിനാണ് ഓടണമെന്ന് ചിലപ്പോൾ ഞാൻ ആലോചിച്ച് പോകും. അതായത് നമുക്ക് ഈശ്വരൻ ഓരോ ദിവസവും ഒരു ഗിഫ്റ്റ് പോലെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഈശ്വരൻ തന്നിരിക്കുന്ന ഓരോ ദിവസം നമുക്ക് ഓരോ ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റിനെ നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്യുന്നു, അതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ്. എത്ര നമ്മൾ അച്ചീവ്മെൻറ്റ്സ് എടുത്താലും എന്തൊക്കെ മെറ്റീരിയൽ തിങ്സ് നമ്മൾ ശേഖരിച്ച് കൂട്ടിയാലും ആ തിരക്കിൻ്റെ ഇടയിൽ അതൊക്കെ സമ്പാദിക്കാനും ഏൺ ചെയ്യാനുമുള്ള തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഓരോരോ ചെറിയ ചെറിയ നിമിഷങ്ങൾ ജീവിക്കാൻ മറന്നു പോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അത് നമുക്ക് ഏറ്റവും വലിയൊരു റിഗ്രറ്റായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് പോവും, ഇത്രയും തിരക്കിട്ട് ഓടിയിട്ട് ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ആവശ്യത്തിന് ടൈം സ്പെൻഡ് ചെയ്തില്ലല്ലോ എന്നൊക്കെ ഭയങ്കര ഒരു റിഗ്രറ്റ് ആവാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ നവംബർ മിഡിലെത്തിക്കഴിഞ്ഞു അല്ലേ? ഈ വർഷം തന്നെ എത്ര വേഗമാണ് കടന്നു പോയത്. അപ്പോൾ നമ്മളിങ്ങനെ ജീവിതത്തിനെ ഒരു ടു ഡു ലിസ്റ്റാക്കി തീർക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക. അതുമാത്രമല്ല, ഓരോ ദിവസവും നമ്മൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കാതെ അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോണ കാര്യങ്ങൾ ആലോചിച്ച് വ്യാകുലപ്പെടാതെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഏറ്റവും മാക്സിമമായിട്ട് സന്തോഷമായിട്ട് എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ എണീറ്റതും ആദ്യത്തെ തോട്ട് നിങ്ങൾ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒരു ദീർഘശ്വാസം എടുക്കുക. എന്നിട്ട് ഈശ്വരനോട് നന്ദി പറയുക, അല്ലെങ്കിൽ ഒരു ഹയർ പവർ ഉണ്ട്. ആരായാലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഹയർ പവറിനോട് ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര സന്തോഷകരമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പോകണം, ഭയങ്കര സന്തോഷകരമായിരിക്കും ഇന്നത്തെ ദിവസം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് വേണം നമ്മളെല്ലാവരും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ എണീറ്റതും അയ്യോ എനിക്കിത്, എസ്പെഷ്യലി സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികളുടെ ടിഫിൻ ലഞ്ച് പാക്ക് ചെയ്യാനുണ്ട്, ഓഫീസിലേക്ക് വേഗം റെഡി ആവണം, അത് ചെയ്യണം ഇത് ചെയ്യണം. അങ്ങനെയായിരുന്നു ഞാൻ ഒരു 3-4 വർഷം മുമ്പ് വരെ. എണീറ്റതും ടെൻഷനോട് കൂടി ഇന്നത്തെ ടു ഡു ലിസ്റ്റും ടാസ്കുകളും എന്നിട്ട് ആ കൂടെ ഒരു ഓട്ടമാണ്. പക്ഷേ പിന്നീടാണ് ഞാൻ വായിച്ചതിൽ നിന്നും ഞാൻ ജീവിതം ഫുള്ളായിട്ട് ലിവ് ചെയ്യണില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നത്. അത് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നവർ കുറേ പേരുണ്ടാവും. രാവിലെ എണീറ്റ് ഇങ്ങനെ ഓടുക. അപ്പോൾ അത് നമുക്ക് ഒരു പോസ് എടുത്തിട്ട് ഓരോ നിമിഷവും കുറച്ചെങ്കിലും എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ ടൈം കണ്ടെത്തിയാൽ മതിയാവും. ആ ടൈമിലാണ് നമ്മുടെ ആ ദിവസം എത്രത്തോളം മനോഹരമായി സുന്ദരമായി പോകുന്നെന്ന് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അത് ഈസിലി അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോ ദിവസവും മനോഹരമായിട്ട്, ഓരോ നിമിഷവും സന്തോഷകരമായിട്ട്. അപ്പോൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സെൻസ് ഓഫ് ഫുൾഫിൽമെൻ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ ദിവസം അതിമനോഹരമായിട്ടാണ് സ്പെൻഡ് ചെയ്തത്, ഇന്നത്തെ ദിവസം ഭയങ്കര ഫ്രൂട്ട്ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഗോൾസ് അറ്റൈൻ ചെയ്തു എന്നല്ല, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗോൾസ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ആസ്വദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അതിലാണ് അതിൻ്റെ സീക്രട്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ രാവിലെ ഞാൻ പറഞ്ഞു എണീറ്റ് കഴിഞ്ഞാൽ 2 മിനിറ്റ് പെട്ടെന്ന് അങ്ങനെ ബെഡിൽ നിന്ന് ചാടി എണീക്കാതെ 2 മിനിറ്റ് നമ്മൾ നമ്മുടെ സെൽഫിനോട് കൂടി ഒരു ചെറിയ കോൺവെർസേഷൻ, ഒരു ഡീപ്പ് ബ്രീത്തിലൂടെ ഇന്നത്തെ ദിവസം അതിമനോഹരമായിരിക്കും, നന്ദി പറയുക ദൈവത്തിന്. എന്നിട്ട് എണീറ്റിട്ട് നിങ്ങൾ ഇപ്പോൾ രാവിലെ ചായ കുടിക്കുക എന്ന സ്വഭാവമാണെങ്കിൽ ആ ചായ മെല്ലെ മെല്ലെ സിപ്പ് ചെയ്ത് ഒരു 5 മിനിറ്റ് സമയം മതി. അല്ലാതെ ഈ ചെയ്യണ പണികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വലിച്ച് കയറ്റാതെ കുറച്ച് സമയം ഇരുന്ന് ആ ചായയുടെ മധുരം അല്ലെങ്കിൽ ആ ചായ തരുന്ന ഫ്രഷ്നെസ്, ചായയോ കോഫിയോ ജ്യൂസോ എന്താണ് നിങ്ങൾ രാവിലെ കുടിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ പൂർണ്ണ ബെനിഫിറ്റ് ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ കുടിക്കുക. ആ സമയത്ത് ദയവായിട്ട് ന്യൂസ് പേപ്പറിലത്തെ അല്ലെങ്കിൽ മൊബൈലിലത്തെ നെഗറ്റീവ് ന്യൂസ് വായിക്കാതിരിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് മ്യൂസിക് പ്ലേ ചെയ്ത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഇപ്പോൾ ബീറ്റുള്ള മ്യൂസിക് ആണെങ്കിൽ അത് പ്ലേ ചെയ്യാം. ഗാർഡനുള്ളവർ, മുറ്റമുള്ളവർ അവിടേക്കൊന്ന് ഇറങ്ങുക.
ഓക്കെ, രാവിലെ ഒരു 5 മിനിറ്റ് അവിടെയും സ്പെൻഡ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ എണീറ്റ് സമയത്ത് പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. അതൊന്നും ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് സമയമില്ല. ഓക്കെ, ഇപ്പോൾ ബിൽഡിങ്ങിൽ താമസിക്കുന്നവരാണെങ്കിൽ മേലെ ടെറസിൽ ആക്സസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താഴെ ഗാർഡൻ ഉണ്ടെങ്കിൽ അവിടേക്ക് ഒരു 5 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങളുടെ ദിവസം മുഴുവൻ ഭയങ്കര എന്താ പറയുക, സ്മൂത്തായിട്ട് പോവും. ഓക്കെ, ഇത് ഞാൻ അനുഭവിച്ച് അറിഞ്ഞതാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് ഇപ്പോൾ കുറച്ച് തണുപ്പ് കാലം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ തണുത്ത കാറ്റും കുറച്ച് മഞ്ഞും അതൊക്കെ ഒന്ന് പ്രകൃതിയിൽ നോക്കി, ഓക്കെ, കുറച്ച് ഇലകളൊക്കെ തൊട്ട് ഫീൽ ചെയ്ത് ഇതിന് ഒരു അരമണിക്കൂർ ഒന്നും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് 5 മിനിറ്റ്സ്. ഓക്കെ, ആ 5 മിനിറ്റ്സ് നിങ്ങൾക്ക് ഭയങ്കര റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മണലിൽ കൂടെ നടക്കാം, മണ്ണിൽ കൂടെ നടക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ആക്ടിവേറ്റ് ആവുകയാണ്. ഓക്കെ, കാറ്റിന്നും മണ്ണിന്നും നമ്മൾ പിന്നെ സൂര്യപ്രകാശം നോക്കുക, കണ്ണിലേക്ക് തട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സൂര്യപ്രകാശം നമ്മുടെ ഒരു എനർജി, നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എനർജറ്റിക് ഫീലിംഗ് ആണ് അല്ലേ. സണ്ണെന്ന് പറഞ്ഞാൽ ഒരു പവർ ഹൗസ് ഓഫ് എനർജിയാണ്. അപ്പോൾ അത് നമ്മളിലേക്ക് അബ്സോർബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ദിവസം മുഴുവൻ ഭയങ്കര ഊർജ്ജപരമായിട്ടും ഭയങ്കര എനർജറ്റിക് ആയിട്ടും സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ അതൊക്കെ അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് ഓർത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നാളെ തൊട്ടിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ ഒരു തംസപ്പ് അല്ലെങ്കിൽ ഐ വിൽ പ്രാക്ടീസ്, ഐ കമ്മിറ്റ് എന്നുള്ള ഒരു കമൻറ്റ് ഇടുക. ഓക്കെ, അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ടെക്നിക്സാണ് നമ്മുടെ ഒരു ദിവസം ഭയങ്കര സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ത്രൂ ഔട്ട് ദ ഡേ, ഓക്കെ, ഇടയിൽ നിങ്ങൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ടേസ്റ്റ് ആസ്വദിച്ച് കഴിക്കാൻ നോക്കുക. അല്ലാണ്ട് കയ്യിൽ മൊബൈലും പിടിച്ച് അതിൽ എന്തൊക്കെയോ കഴിക്കുന്നു നമ്മൾ തന്നെ അറിയുന്നില്ല. അപ്പോൾ അതിനെ മൈൻഡ്ലെസ് ഈറ്റിംഗ് എന്നാണ് പറയണത്. അത് നമ്മുടെ ശരീരത്തിനെയും ഹാനികരമാണ്, ശരീരത്തിനും ഹാനികരമാണ്. പിന്നെ നമുക്ക് ആ ടേസ്റ്റ് എൻജോയ് ചെയ്ത് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ വെറുതെ കഴിക്കാൻ വേണ്ടി കഴിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ കൂടെ കലീഗ്സ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഷെയർ ചെയ്യുന്നു, സംസാരിക്കുന്നു, അപ്പോൾ കൂടുതൽ സോഷ്യലി ഇൻവോൾവ് ആവുന്നു. ഓക്കെ, അപ്പോൾ വേറൊരു നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ മൊബൈലാണ് അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ്. അത് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, അത് എല്ലാവരും ഉറച്ചൊരു തീരുമാനം എടുക്കേണ്ടതാണ്. കുറച്ച് നേരം ഞാൻ ദിവസത്തിൽ ഒരു ഹാഫ് ആൻ അവർ പറ്റുമെങ്കിൽ, ഓക്കെ, വൈകുന്നേരം വർക്കൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കോൾസ് വരില്ല എന്ന് ഉറപ്പുള്ളൊരു സമയം, വൈകുന്നേരം 8 മണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നർ ടൈമിൽ, ഓക്കെ, അത് കുടുംബത്തിനോട് കൂടെ സ്പെൻഡ് ചെയ്യും, അല്ലാതെ മൊബൈൽ നോക്കിയിട്ടല്ല എന്ന് നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുക്കണം. അതിൻ്റെ ചേഞ്ചസ് നിങ്ങൾ അത് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും. സ്ട്രെസ്സ് വളരെയധികം കുറയും. ഓക്കെ, കാരണം ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ന്യൂസും നെഗറ്റീവ് ന്യൂസുകളും വായിച്ചിട്ടുണ്ടാക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് സ്ട്രെസ്സിനെ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അത് ആണെങ്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ അതിന് വേറൊരു ഫിക്സ്ഡ് ടൈം വയ്ക്കുക. ഓക്കെ, ഈ ഹാഫ് ആൻ അവറിൽ ഞാൻ വേറെ ഫേസ്ബുക്കോ ഇൻസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്താണ് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ടോട്ടലി ഔട്ട് ആയിരിക്കണം എന്നല്ല ഞാൻ പറയണം. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, പക്ഷേ അത് മിനിമം ആക്കുക. കാരണം ഇന്നത്തെ കാലത്ത് എന്താ ചെയ്യണം, കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലിഫ്റ്റിൽ പോകുന്നു, അപ്പോൾ ഇടയിൽ കിട്ടുന്ന ആ 5-10 മിനിറ്റ്സ് നമ്മൾ ചുറ്റും ഒന്ന് നോക്കി ആൾക്കാരോട് സംസാരിക്കാതെയും ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യാതെയും ചുറ്റും ഒന്ന് നോക്കാൻ ടൈം എടുക്കാതെ, എസ്പെഷ്യലി കുട്ടികളിലത് കാണാം. അതായത് കുട്ടികൾക്ക് മൊബൈൽ ആക്സസ് ഉണ്ടെങ്കിൽ ആ 5 മിനിറ്റ് വേഗം അവർ എന്താണ് ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുന്നു, ഇൻസ്റ്റയിൽ കയറുന്നു, ലേറ്റസ്റ്റ് അത് റീൽ ഇങ്ങനെ മൈൻഡ്ലെസ്ലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. വേറൊരു കാര്യം ഞാൻ നോക്കിയത്, നമുക്കിപ്പോൾ നമ്മളൊരു ദിവസത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് നാളെ മീറ്റിംഗ് ഉണ്ട്, പ്രസൻറ്റേഷന് പ്രിപ്പയർ ചെയ്യണം. അപ്പോഴാണ് വൈകുന്നേരം മോൻ വന്ന് പറയണം ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് ഉണ്ട്, എനിക്ക് ഫിനിഷ് ചെയ്യണം, നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം പണ്ടൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. കാരണം എൻ്റെ സ്കെഡ്യൂൾ തെറ്റിയിട്ട് ഞാൻ ഇതെങ്ങനെ ഫിറ്റ് ഇൻ ചെയ്യും, എനിക്ക് വേഗം കഴിപ്പിക്കണമല്ലോ, അല്ലാണ്ട് മോനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല. പക്ഷേ ഈ ഒരു ഞാനിങ്ങനെ പണ്ട് ഭയങ്കര ടൈം ടു ടൈം ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ടൈം ടേബിളിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും. പക്ഷേ
പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തത് എന്തായാലും പ്രോജക്റ്റ് ചെയ്യണം, എൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യണം. അപ്പോൾ അത് എൻജോയ് ചെയ്തുകൊണ്ട് കൊണ്ട് ചെയ്തോ, ഈ ഹറി ബറിയിൽ വേഗം വേഗം കാര്യങ്ങൾ കഴിപ്പിക്കാതെ അതിൽ ഫുൾ ഇൻവോൾവ്മെൻ്റ് എടുത്ത് ആ സമയം ഞാൻ എൻ്റെ മോനോട് കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയമാണ്. ഓക്കെ, ആ ഒരു ബോണ്ടിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റിയിട്ട് മേ ബി എനിക്ക് ആ ദിവസം രാത്രി കുറച്ച് ലേറ്റായി കിടക്കേണ്ടി വരും. ബട്ട് ദാറ്റ്സ് ഓക്കെ, അറ്റ്ലീസ്റ്റ് എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഫുള്ളി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത് എന്ന്, അല്ലേ. എന്നിട്ട് ഞാൻ എൻ്റെ വർക്കിലേക്ക് കിടക്കുന്നു, എനിക്ക് ഉണ്ടാക്കാനുള്ള പ്രസൻറ്റേഷനിലേക്ക് കിടക്കുന്നു, അത് ചെയ്യുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ സ്കെഡ്യൂൾ തെറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗസ്റ്റുകൾ വന്നു. ഓക്കെ, അപ്പോൾ ആ ഇറിറ്റേഷൻ മാറ്റിയിട്ട് അവരുടെ കൂടെ ആ ടൈം നല്ല രീതിയിൽ സംസാരിച്ച് സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കിടക്കുക. അപ്പോൾ അതിൻ്റെ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ലെവലിൽ തന്നെയാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ നിത്യജീവിതത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും ഗോ വിത്ത് ദ ഫ്ലോ എന്ന്, അല്ലേ. അപ്പോൾ ഫ്ലോയിൽ നമ്മൾ മൂവ് ചെയ്യാൻ പഠിക്കണം. അതാണ് ജീവിതത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു തത്വം എന്ന് വെച്ചത്. അല്ലാതെ നമ്മളിപ്പോൾ എന്താ ചെയ്യണം, വി ആർ റേസിങ് എഗെയിൻസ്റ്റ് ടൈം, അല്ലേ. ഈ ടൈമിനുള്ളിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ നമ്മളൊരു മെഷീനായി തീരുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ പുറത്ത് ആൾക്കാരായിട്ട് അല്ലെങ്കിൽ നേച്ചറായിട്ട് കണക്ട് ചെയ്യാനുള്ള ആ ഒരു സമയം, അതുകൊണ്ടുള്ള നമ്മുടെ ഹാപ്പിനെസ്, അതൊക്കെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടു ഡു ലിസ്റ്റാക്കി തീർക്കാതെ ജീവിതത്തിലെ ഓരോ നല്ല നല്ല നിമിഷങ്ങളും നമ്മൾ വളരെയധികം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യുക. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുൾ മൈൻഡ്ഫുള്ളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ആ സമയത്ത് വേറെ ആരെന്ന് ആലോചിച്ചിട്ട് ഇതിൻ്റെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ബ്യൂട്ടി കളയുകയാണ് നമ്മൾ, അല്ലേ. അപ്പോൾ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മൾ പല സമയത്തും. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കുക, മൈൻഡ്ഫുള്ളായിട്ട് അത് ചെയ്യുക. ഓക്കെ, കുക്ക് ചെയ്യണ സമയത്ത് അതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സമയത്ത് വല്ല പാട്ട് കേട്ടു, അപ്പോൾ വേറെ ചിന്തകളൊക്കെ നമുക്ക് മാറ്റാം. വേറെ എന്തെങ്കിലും ഇപ്പോൾ കുട്ടികളോട് കളിക്കുന്ന സമയം നമ്മൾ ഓഫീസിലത്തെ കാര്യം ചിന്തിക്കാതെ, ഓക്കെ, ആ 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് മതി. കുട്ടികളോട് ടോട്ടലി ഇൻവോൾവ് ആയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുന്നു, അവരുടെ കൂടെ കളിക്കുന്നു. അതൊക്കെ നമുക്ക് തന്നെ ഭയങ്കര എനർജി തരും, നമുക്ക് ഭയങ്കര സന്തോഷം തരും. അങ്ങനെയാണ് നമ്മൾ ഒരു ഫ്ലോയിൽ ജീവിതം നയിക്കേണ്ടത്. അപ്പോൾ ഇനി ഡിസംബർ ഞാൻ പറഞ്ഞു ഓൾറെഡി 1.5 months ഉള്ളൂ അടുത്ത വർഷത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ അടുത്ത വർഷത്തിലേക്ക് നമ്മൾ പല ഗോൾസ് സെറ്റ് ചെയ്യുന്നുണ്ടാവും, നമുക്ക് കുറേ ഡ്രീംസ് ഉണ്ടാവും. അടുത്ത കൊല്ലത്തിൽ എന്താണ്, അടുത്ത വർഷത്തിന് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, അത് എത്തുന്നതിന് മുന്നേ ആയിട്ട് ഓക്കെ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, നമുക്ക് 1.5 മാസം ഇതിന് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ കുറച്ച് പോസ് എടുത്ത് ഓക്കെ, ജീവിതത്തിൽ ഇങ്ങനെ ഓട്ടം തിരക്ക് അതൊക്കെ കുറച്ചിട്ട് ഓക്കെ, ഈ ഒരു കാലാവസ്ഥ എൻജോയ് ചെയ്യാം. നമ്മുടെ ഓരോരോ ദിവസങ്ങൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. അല്ലാതെ നമുക്ക് ഇത് കിട്ടിയാലേ നമ്മൾ സന്തോഷിക്കുള്ളൂ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഓരോ നിമിഷവും നമുക്കൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ആ ഓരോ നിമിഷം ചെറിയ 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 നിമിഷങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴാണ് നമ്മൾ വലിയൊരു സന്തോഷത്തിലേക്ക് ഉള്ള ജേണി നമ്മുടെ സ്റ്റാർട്ടാവുക. അപ്പോൾ ഈ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. പ്ലീസ് പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുക്കുക. പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, ഫാമിലി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻസ്പിറേഷണൽ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഇൻസ്പിറേഷണൽ വീഡിയോസും നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യുക. യൂട്യൂബിൻ്റെ ആൽഗോരിതത്തിനും ബൂസ്റ്റപ്പ് ആവും അത്. അങ്ങനെയാണ് നമ്മൾ ലോകത്തിൽ തന്നെ ഹാപ്പിനെസ്സും പോസിറ്റിവിറ്റിയും സ്പ്രെഡ് ചെയ്യുക, അല്ലേ. ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ്, നല്ല മെസ്സേജസ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യണം. അല്ലാതെ നെഗറ്റീവ് ന്യൂസ് നിങ്ങൾ ഷെയർ ചെയ്യണതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. ഓക്കെ, ഇത് വായിക്കുന്ന ആൾക്ക് ഞാൻ ടെൻഷനാണോ സ്ട്രെസ്സാണോ കൊടുക്കണം, അതോ സന്തോഷമാണോ കൊടുക്കണം, അത് അവർക്ക് വല്ലതും പഠിക്കാനുണ്ടോ ഇതിൽ നിന്ന്. അപ്പോൾ ഞാൻ മാക്സിമം നെഗറ്റീവ് ന്യൂസ് ഞാൻ വായിക്കാറുമില്ല, ഷെയർ ചെയ്യാറുമില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ അധികം കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ആ സന്തോഷം. ഓക്കെ, സ്ട്രെസ് ലെവൽസ് വളരെയധികം കുറഞ്ഞു. അപ്പം നിങ്ങളും ഒരു സന്തോഷകരമായ ഒരു ജീവിതം ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ടിപ്സ് പ്ലീസ് ഫോളോ ഇറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.